പിന്നെ എൻ്റെ അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ മെയിനായിട്ട് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഈ വീഡിയോ ചെയ്തത്. ഒന്ന് എക്കോ ട്രാവലർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തി, രണ്ടാമത്തേത് എൻ്റെ അടുത്ത യാത്രയെക്കുറിച്ച് പറയാനും. അത് പറയാൻ ഞാൻ തന്നെ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് കോഴിക്കോട് നിന്നും ഹായ്. അപ്പോൾ എല്ലാവർക്കും എക്കോ ട്രാവലർ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഈ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്രാവൽ ബേസ്ഡ് ചാനലാണ്. എന്ന് വെച്ചാൽ എൻ്റെ യാത്രാ അനുഭവങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇതിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. കൂടാതെ ഈറ്റ് ആൻഡ് ആർട്ട് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ കുറച്ച് ചിത്രം വരകളും പിന്നെ ഭക്ഷണവും. ചുരുക്കി പറയുകയാണെങ്കിൽ ഈറ്റ് ട്രാവൽ ആർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഭക്ഷണവും യാത്രയും പിന്നെ കുറച്ച് ചിത്രവരകളും ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എക്കോ ട്രാവലർ എന്നൊരു പേരിടാൻ കാരണം എന്ന് വെച്ചാൽ ഈ പ്രകൃതിയോട് ഇണങ്ങി ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പേരെന്നായിരിക്കും എനിക്ക് ഏറ്റവും അനുയോജ്യമെന്ന്. അതുകൊണ്ടാണ് എക്കോ ട്രാവലർ എന്നൊരു പേര് എൻ്റെ ഈ ചാനലിൽ കൊടുക്കാൻ കാരണം. സോറി ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ഇർഷാദ് മരക്കാർ. ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. 2 വർഷമായി ഞാൻ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആകെ 2 വർഷമായിട്ടുള്ളൂ സൈക്കിൾ ഓടിക്കാനെന്ന്. അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ യാത്ര എന്ന രീതിയിൽ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇനി ഞാൻ പോയ എൻ്റെ യാത്രയെക്കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാം. അധികമൊന്നും പോയിട്ടില്ലെങ്കിലും എൻ്റെ ആദ്യത്തെ യാത്ര കോഴിക്കോട് നിന്ന് ഗോവ വരെ ആയിരുന്നു. ഇനി എൻ്റെ ആദ്യത്തെ ദൂരയാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നൊരു യാത്ര കൂടെ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം 2018 മെയ്യിലായിരുന്നു ആ യാത്ര.
രണ്ടാമത്തെ യാത്ര അത് കോഴിക്കോട് നിന്നും നേപ്പാൾ വരെ ആയിരുന്നു. അതൊരു 35 ദിവസം നീണ്ട യാത്ര തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 2018 ജൂലൈയിലായിരുന്നു യാത്ര. കൂടാതെ കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. ഒരു വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരുന്നു അത്. കുറിച്ച് പറയുകയാണെങ്കിൽ അത് കോഴിക്കോട് നിന്ന് ഉടുപ്പി വരെ ഈ അകുമ്പ ചിക്കുട്ടൂർ വഴിയായിരുന്നു ഉടുപ്പി പോയിരുന്നത്. എന്താ ഇപ്പോൾ പറയാ, ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു അത്. കഴിഞ്ഞ വർഷം തന്നെ 2018 ഒക്ടോബറിലായിരുന്നു ആ യാത്ര. പിന്നെ ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സൈക്ലിസ്റ്റുകളൊന്നും അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത മുള്ളിയങ്കിരി, ബാബാ ഉദയങ്കിരി പോലുള്ള സ്ഥലങ്ങളിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു എന്നതാണ്. പിന്നെ അവസാനമായി ഈ കഴിഞ്ഞ മാസം പോയി വന്ന യാത്ര അതൊരു ഓൾ കേരള റൈഡായിരുന്നു. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരിട്ട് കാണാത്ത ഒരുപാട് സൗഹൃദങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു എന്നതാണ്. കൂടാതെ കേരളത്തിലെ പല ജില്ലകളിലും ആദ്യമായി സന്ദർശിച്ചത് ഈ യാത്രയിൽ കൂടി തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ മെയിനായിട്ട് 2 കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഈ വീഡിയോ ചെയ്ത്. ഒന്ന് എക്കോ ട്രാവലർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തിയും രണ്ടാമത്തേത് എൻ്റെ അടുത്ത യാത്രയെക്കുറിച്ച് പറയാനും. അത് പറയാൻ ഞാൻ തന്നെ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് കോഴിക്കോട് നിന്നും കാശ്മീർ വരെയാണ് അടുത്ത യാത്ര. ഇതെൻ്റെ ഒരു സ്വപ്ന യാത്ര തന്നെയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 1 കോഴിക്കോട് നിന്നും പുറപ്പെടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. അപ്പോൾ കൂടുതൽ വിശേഷവുമായി നമ്മുടെ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് ഒരു അടിപൊളി യാത്ര ചെയ്ത് വരാം. അപ്പോൾ എല്ലാവരോടും ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.